ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം. ഷാനവാസും നവിനും തമ്മിലുള്ള വഴക്ക് ഇപ്പോൾ ലൈവിനകത്ത് കഴിഞ്ഞു. എന്താണ് നടന്നത്, ആരാണ് ശരി എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. ഇവിടെ അനുവാണ് കിച്ചൺ ക്യാപ്റ്റനായിട്ട് മാറിയിട്ടുള്ളത്. ആ സമയത്ത് സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്ന സമയത്ത് നിവിൻ കുറച്ച് കൊറിയാണ്ടർ ലീഫ് മല്ലിയില എടുത്തിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. അത് അനുമോള് തടഞ്ഞു. കുറച്ചെങ്കിൽ കുറച്ചത് എടുത്തത് മോശമാണ്, എടുക്കാൻ പാടില്ല എന്നുള്ളത് ഷൗട്ട് ചെയ്ത് പറഞ്ഞു. ഇത് കണ്ടു നിന്ന് ഷാനവാസ് വന്നിട്ട് ഇത് നീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തു. കാരണം കുറച്ചാണെങ്കിൽ ശരി, ഇത് തെറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റുള്ളവരെല്ലാവരും കൂടി റേഷനല്ലേ. സത്യത്തിൽ ആ വീട്ടിനകത്ത് ഒരുപാട് കളവ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് തന്നെ ഇഷ്ടത്തിന് കഴിക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ആ വീട്ടിലുള്ള എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയെങ്കിലും അത് ഇല്ലാണ്ടാക്കാന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ നിവിൻ എടുത്ത് വന്നു. നിവിൻ പറയുന്നത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കൊറിയാണ്ടർ ലീഫാണ് സംഭവം. പക്ഷേ നിവിനൊരു സ്വഭാവമുണ്ട്. നിവിൻ ഇത് കൊറിയാണ്ടർ ലീഫാണെങ്കിലും ശരി, മറ്റുള്ളവരാണെങ്കിലും ശരി, എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്ത് ഷാനവാസ് വരുന്നു, വഴക്കാവുന്നു. നിവിൻ അവിടെ പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കയ്യിൽ ഗ്ലാസും ഒരു ഇതുമുണ്ട്. ഷാനവാസ് വന്ന് കയ്യിലാണ് പിടിക്കുന്നത്. പക്ഷേ നമുക്ക് ആ സീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എങ്കിലും അവിടെ ഒരു ഗ്ലാസ് വീണ് പൊട്ടുന്നുണ്ട്. സത്യത്തിൽ ആ ഗ്ലാസ് വീണ് പൊട്ടുന്നത് നിവിൻ്റെ കൈ കൊണ്ടിട്ടാണ്. അവിടെ ഒരു ഭയങ്കരമായിട്ട് ഷാനവാസ് ആ ഫുഡ് തട്ടിക്കളയോ കഴിക്കേണ്ട എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ വന്ന് ചെയ്തതൊന്നുമല്ല. ഷാനവാസിനോട് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. നിവിൻ ഈ പരിപാടി സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ചെയ്യുന്നുണ്ട്. ആദ്യകാലത്തൊക്കെ പ്രേക്ഷകർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറയോട് നോക്കി സംസാരിച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഇട്ടിട്ടാണ് നിവിന് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പോകെ നമുക്കറിയാം ഇപ്പോഴും നിവിന് ഈ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കണം. അത് നമുക്ക് ഇറിറ്റേഷനായി തുടങ്ങി. അപ്പോൾ ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് എത്രയാണെങ്കിൽ അവരുടെ റേഷൻ ഇങ്ങനെ കഴിക്കുമ്പോൾ അവർക്ക് എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ടാവും. അതിനെയാണ് ഷാനവാസ് ചോദ്യം ചെയ്തത്. സത്യത്തിൽ ഇപ്പോൾ വീട്ടിനകത്ത് ഷാനവാസിന് ഇതിൽ നിൽക്കുന്നവരുണ്ട്, എതിരെ നിൽക്കുന്നവരുണ്ട്, ഇഷ്ടത്തോടെ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ അനു ഇവിടെ പറഞ്ഞ കാര്യം ഷാനവാസ് അതിനകത്ത് ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് കഴിഞ്ഞിട്ട് അത് എത്തേണ്ടത് ജിഷിനിലോട്ടാണ്. ജിഷിനിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇതിന് അക്ബറിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിവിൻ്റെ ഈ പ്രവൃത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിവിൻ ചെയ്തു വരുന്ന ഈ പ്രവൃത്തി ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അത് ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. നിവിൻ ഒരു എന്താ പറയുക, അത്ര ഗെയിം കളിക്കുന്നുണ്ട്. വെച്ചാൽ നിവിൻ എടുക്കുന്ന സാധനങ്ങൾ പലർക്കും നിവിനത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർക്കൊരു പ്രശ്നം അവിടെ ഉന്നയിക്കാൻ പറ്റില്ല. കാരണം കറക്റ്റ് പറയുകയാണെങ്കിൽ ജിസയിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെ നിവിനും അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൈവിനകത്ത് അടി കഴിഞ്ഞു. ഏകദേശം രണ്ടുപേരും സെറ്റായിട്ട് ഇവിടെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ വീഡിയോനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.